ഗൈസ് വെൽക്കം ബാക്ക്. അന്നേരം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്കോർപിയോ എൻ ആണ്. നിങ്ങളൊരു 7 സീറ്റർ വണ്ടി നോക്കുവാണെങ്കിൽ മഹേന്ദ്രയുടെ സ്കോർപിയോ എൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നുന്നത്. കാരണം 5 സ്റ്റാർ റേറ്റിങ്ങും 6 എയർ ബാഗും 7 സീറ്ററുമാണ് വണ്ടിക്ക് വരുന്നത്. അതുപോലെ തന്നെ സോണിയുടെ തന്നെ 12 സ്പീക്കർ വരുന്നുണ്ട് വണ്ടിക്ക്. 8 ഇഞ്ചിൻ്റെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. 14 ലക്ഷം രൂപ തൊട്ട് 25 ലക്ഷം രൂപ വരെയാണ് ഷോറൂം പ്രൈസ് വണ്ടിക്ക് വരുന്നത്. 2 മോഡൽ വരുന്നുണ്ട്. ഒന്ന് പെട്രോളും വരുന്നുണ്ട്, ഒന്ന് ഡീസലും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു കീയാണ് വന്നിരിക്കുന്നത്. നല്ല വലുപ്പമുണ്ട്. സ്കോർപിയോ എന്നിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത് 2 ഡബിൾ ഡൂം ഹെഡ്ലൈറ്റ് ആണ്. പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. അതിലൊരെണ്ണം പ്രൊജക്ടറാണ് വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെലോട്ട് വരുമ്പോൾ LED ആണ് വരുന്നത്. അതിൻ്റെ നടുക്കൊരു ഫോഗ് ലാമ്പ് ബൾബും ഉണ്ട്. 187 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. എയർ വെന്റ് വരുന്നുണ്ട്. ഇവിടെ മഹേന്ദ്രയുടെ എംബ്ലം ഉണ്ട്, ബട്ടർഫ്ലൈ. അതുപോലെ തന്നെ 6 ക്രോമിയം ഫിനിഷിങ് വരുന്നുണ്ട്. ഒരു വലിയൊരു ഗ്രില്ലാണ് വരുന്നത്. ഗ്രില്ലിൻ്റെ തൊട്ട് മുകളിൽ കൂടെ ക്രോം ഫിനിഷിങ് വരുന്നുണ്ട്. കാറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 18 ഇഞ്ചാണ്. 2750 വീൽ ബേസ് ആണ് വരുന്നത്. സൈഡ് പ്രൊഫൈലോട്ട് വരുമ്പോൾ മിറർ അസംബ്ലിയെ തന്നെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. 4 ഡോറയിലും ക്രോമിയം ഫിനിഷിങ് വരുന്നുണ്ട്. ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡോർ പാഡിൽ ഒരു ബ്ലാക്കും ബ്രൗണും കൂടെ കൂടിയ ഒരു ഡോർ പാഡാണ് വരുന്നത്. അതിൻ്റെ അകത്തൊരു ഗ്ലോസി ബ്ലാക്കിൻ്റെ അകത്താണ് സ്വിച്ചുകളെല്ലാം ഉള്ളത്. 4 പവറിൻ്റെ സ്വിച്ചും മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ചും പിന്നെ ഡോർ ഹാൻഡിൽ വരുന്നുണ്ട്. അത് സിൽവറാണ്. ഇവിടെ ഒരു ഹാൻഡിലും വരുന്നുണ്ട്. ഇവരൊരു കൺസോൾ വരുന്നുണ്ട്. നമുക്ക് കുപ്പിയോ കാര്യങ്ങളോ വെക്കാം. സ്പീക്കർ വരുന്നുണ്ട്. സെക്കൻഡ് ഡോർ ഓപ്പൺ ചെയ്താലും ഇവിടെ ഒരു ക്രോമിയം ഫിനിഷിംഗ് ഉണ്ട്. ഓപ്പൺ ചെയ്യുന്ന സെയിം അതേ തന്നെ ഡോർ പാഡ് ഗ്ലോസി ബ്ലാക്ക് ഇവിടെ ഹാൻഡിൽ വരുന്നുണ്ട്. സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഹാൻഡിൽ വരുന്നുണ്ട്. 2 AC വെൻ്റ്, താഴെ ഒരു USB പോർട്ട് വരുന്നുണ്ട്. റൂഫിലൊരു റൂഫ് റെയിൽ വരുന്നുണ്ട്. പുറവശത്തോട്ട് വരുമ്പം വലിയൊരു ടെയിൽ ലാമ്പ് വരുന്നുണ്ട്. സ്കോർപിയോ എന്നുള്ള ഒരു ബാഡ്ജിങ്. താഴോട്ട് വരുമ്പോൾ ഒരു സ്കിപ്പ് ലൈറ്റ്. അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ബമ്പറിൻ്റെ മുകളിൽ കൂടെ തന്നെ ഒരു ക്രോമിയം ഫിനിഷിങ് വന്നിട്ടുണ്ട്. റിഫ്ലക്ടറും വന്നിട്ടുണ്ട്. റിവേഴ്സിന് വരുന്ന ലൈറ്റും ഉണ്ട്. ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വലുപ്പമുള്ളൊരു ബൂട്ട് സ്പേസ് ആണ് വന്നിരിക്കുന്നത്. ഇത് ഫ്രണ്ടോട്ടാണ് സീറ്റ് മടക്കുന്നത്. 2 ടൈപ്പ് എഞ്ചിനാണ്. ഒന്ന് പെട്രോളും ഉണ്ട്, ഡീസലും ഉണ്ട്. ഡീസൽ എന്ന് പറയുമ്പോൾ 2.2L ഡീസൽ ടെർബോ ആണ്. പെട്രോള് 2.0L ടെർബോ പെട്രോളുമാണ് വരുന്നത്. പെട്രോളിൻ്റെ മൈലേജ് ഓട്ടോമാറ്റിക്കിന് 12.17 കിട്ടും. മാനുവലിന് 12.12 വരുന്നത്. അതുപോലെ തന്നെ ഡീസലിന് വരുന്നത് മാനുവലിന് 15.94 ഓട്ടോമാറ്റിക്കിന് 15.42 വരുന്നത്. സ്കോർപിയോ എന്നിൻ്റെ ഡ്രൈവർ സൈഡ് ഭാഗത്തോട്ട് വരുമ്പം ഒരു നല്ലൊരു സ്റ്റിയറിംഗ് വീലാണ് കാണിക്കുന്നത്. 2 സൈഡിലും സ്വിച്ചും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വോളിയം കുറയ്ക്കുന്നതിൻ്റെയും കൂട്ടുന്നതിൻ്റെയും പിന്നെ കോൾ എടുക്കുന്നതിൻ്റെയും കോൾ കട്ട് ചെയ്യുന്നതിൻ്റെയും ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ച് ഉണ്ട്. പിന്നെ നടുക്ക് നമ്മുടെ ബട്ടർഫ്ലൈയുടെ എംബ്ലം. തൊട്ട് സൈഡിൽ തന്നെ നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ സെൻറ്ററിൽ തന്നെ വരുന്ന ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം. ഇത് 8 ഇഞ്ചാണ് വരുന്നത്. സോണിയുടെ 12 സ്പീക്കർ വരുന്നുണ്ട് വണ്ടിക്ക്. 6 സ്പീഡാണ് വണ്ടി വരുന്നത്. വീലിൽ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ച് ഉണ്ട്. നമ്മളിവിടെ ക്രൂയിസ് കൺട്രോളെ സ്വിച്ച് നീക്കി കഴിയുമ്പോൾ ക്ലസ്റ്ററിൽ നമുക്കത് കാണാം. അതിൻ്റെ ഓപ്ഷൻസ് ഓൺ ആക്കണോ ഓഫ് ആക്കണോ എന്നുള്ള ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ചെറിയൊരു സ്പേസ് ഉണ്ട് നമുക്ക് ഫോൺ വെക്കാൻ. അതിൻ്റെ തൊട്ട് താഴെ തന്നെ 2 USB പോർട്ടുണ്ട്. പിന്നെ AC കൺട്രോൾ സ്വിച്ച് കാര്യങ്ങൾ, ഇൻഫോടൈൻമെൻറ്റിൻ്റെ സ്വിച്ചും കാര്യങ്ങളും വരുന്നുണ്ട്. സൈഡിലോട്ട് പോകുമ്പോൾ തന്നെ
ഒരു ബാഡ്ജിങ് ഉണ്ട്, സ്കോർപിയോയുടെ എഴുതിയ ബാഡ്ജിങ്. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ കോർണർ പീസിൽ തന്നെ സോണിയുടെ ഒരു സ്പീക്കർ കാണാം. ബ്രൗൺ കളറിലാണ് ഡാഷ്ബോർഡ് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ജീൻസിനൊക്കെ വരുന്ന പോലെ തന്നെ ഒരു സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട്. ഗിയർ ലിവറിൻ്റെ ബോട്ടിൻ്റെ അവിടെ ഒരു ക്രോമിയം ഫിനിഷിങ് വന്നിട്ടുണ്ട്. കൺസോള് ബ്ലാക്ക് ആണ്, ഗ്ലോസി ബ്ലാക്ക് ആണ്. 2 കപ്പ് ഹോൾഡർ ഉണ്ട്, ഒരു ആംറസ്റ്റ് ഉണ്ട്, ചെറിയൊരു സ്പേസ് ഉണ്ട് ആംറസ്റ്റ്. പിന്നെ ഹാൻഡ് ബ്രേക്ക് ബ്രൗണും ബ്ലാക്കും കൂടെയാണ് വന്നിരിക്കുന്നത്. 2 സൺഷെയ്ഡ് വരുന്നുണ്ട്. കോ ഡ്രൈവർ സൺഷെയ്ഡിലാണ് ഓപ്പൺ ആക്കുമ്പോൾ ലൈറ്റ് കത്തത്തുള്ളത്. ചെറിയൊരു ലാമ്പ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗ്ലാസ് ഒക്കെ വെക്കാൻ പറ്റിയ ഒരു കൺസോൾ വരുന്നുണ്ട്. ഇത് സൺറൂഫിൻ്റെ സ്വിച്ചാണ്. സ്വിച്ച് നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലാസ് തുറക്കും. ഇപ്പോൾ അത്യാവശ്യം നല്ല മഴയുള്ളതുകൊണ്ട് നിൽക്കുന്നില്ല. അത്യാവശ്യം സാധനങ്ങൾ വെക്കാൻ പറ്റിയൊരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ ബ്രൗണും ബ്ലാക്കും കൂടെ കൂടിയൊരു ഡ്രൈവർ സൈഡ് ഭാഗത്തോട്ട് വരുമ്പോൾ ഒരു ബ്ലാക്കും ബ്രൗണും കൂടെ കൂടിയൊരു ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അത് ബ്ലാക്ക് കളറിലാണ് നമ്മുടെ സ്വിച്ചും കാര്യങ്ങളും വന്നിരിക്കുന്നത്. 4 പവർ വിൻഡോ സ്വിച്ചും ഉണ്ട്. പിന്നെ ഡോർ ലോക്ക് ചെയ്യുന്നതിൻ്റെ അൺലോക്ക് ചെയ്യുന്നതിൻ്റെ സ്വിച്ചും മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ സ്വിച്ചും വന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ നമ്മൾ അൺലോക്ക് ചെയ്യുന്നതിൻ്റെ ലോക്ക് ചെയ്യുന്നതിൻ്റെ ചെറിയ ഹാൻഡിൽ സിൽവറാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു പിടിക്കാൻ നല്ലൊരു ബലത്തിലൊരു ഹാൻഡിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു AC വെൻ്റ്, സോണിയുടെ സ്പീക്കർ, ഒരു ഹാൻഡിൽ പിന്നെയും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് എയർ ബാഗ് വന്നിരിക്കുന്നത്. 2 സൈഡിലും എയർ ബാഗ് ഉണ്ട്. ഫ്രണ്ടിലത്തെ 8 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അതിൻ്റെ അകത്ത് തന്നെ കാർപ്ലേയും ഉണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോയും ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അന്നേരം പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.